അടുത്ത നമുക്ക് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. നമുക്ക് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് കോമ്പിനേഷൻ ഉണ്ട്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ദാറ്റ് ഈസ് മെയിൻലി ടു ടൈപ്പ്. ഫസ്റ്റ് വൺ ഈസ് സീരീസ് ആൻഡ് സെക്കൻഡ് ഈസ് പാരലൽ കോമ്പിനേഷൻ. നമുക്ക് ആദ്യമേ സീരീസ് കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ, സീരീസ് കോമ്പിനേഷൻ നമ്മളൊരു 2 or 3 capacitors of capacity C1, C2, C3, etc. are connected in series. നമ്മളൊരു 2 or 3 capacitors എടുക്കുന്നു. These capacitors of capacity C1, C2 and C3, they are connected in series across a source of potential V volt. നമ്മൾ ഈ സീരീസ് കോമ്പിനേഷൻ നടത്തുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം, ഇൻ സീരീസ് കോമ്പിനേഷൻ ചാർജ് അക്രോസ് ഈച്ച് കപ്പാസിറ്റേഴ്സ് റിമെയിൻസ് സെയിം. വെരി ഇമ്പോർട്ടൻറ്റ്. സീരീസ് കോമ്പിനേഷൻ അതെപ്പോഴും കപ്പാസിറ്റേഴ്സിന് എടുത്ത ചാർജ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. പക്ഷെ അവർക്ക് കിട്ടുന്ന വോൾട്ടേജസ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റ് ആയിരിക്കും. V1, V2 ആൻഡ് V3. അപ്പോൾ ഇൻ സീരീസ് കോമ്പിനേഷൻ ചാർജ് അക്രോസ് എ കപ്പാസിറ്റർ Q റിമെയിൻസ് സെയിം, but their voltages are different. അവരുടെ വോൾട്ടേജസ് ഡിഫറൻ്റ് ആയിരിക്കും. അതിന്റെ അർത്ഥം നെറ്റ് പൊട്ടൻഷ്യൽ അപ്ലൈഡ് V is equal to sum of V1 plus V2 plus V3. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ ഈ വോൾട്ടേജ് കിട്ടും. എന്നുവെച്ചാൽ ഈ വോൾട്ടേജ് ആണ് ഡിവൈഡ് ചെയ്ത് 3 പേർക്കായിട്ട് പോകുക. അപ്പൊ നെറ്റ് വോൾട്ടേജ് is equal to V1 plus V2 plus V3. What is V1? V1 is equal to ഇവർക്ക് 3 പേർക്ക് കിട്ടുന്ന ചാർജ് സെയിം ആണ്. സപ്പോസ് ദാറ്റ് ചാർജ് is equal to Q എന്ന് എടുക്കാം. അവർക്ക് 3 പേർക്ക് കിട്ടുന്ന ചാർജ് Q സെയിം ആണെങ്കിൽ what is V1? V1 is equal to Q by C1. V2 is equal to Q divided by C2 and V3 is equal to Q divided by C3. That is net voltage V is equal to Q by C1 plus Q by C2 plus Q by C3. നമ്മൾ ഈ 3 കപ്പാസിറ്റേഴ്സിനെ മാറ്റി ഒരു പകരം ഇവർക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്ററിനെ എടുത്ത് വെക്കുന്നു. അതാണ് ഇമ്പോർട്ടൻറ്റ്. These 3 are replaced by a single capacitor of capacity C effective. Condition എന്താണ്? When it is connected across the same voltage source, സെയിം വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവന് കിട്ടുന്ന ചാർജ് Q തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ കപ്പാസിറ്റർ ഇവർക്ക് 3 പേർക്കും ഇക്വലന്റ് ആണെന്ന് പറയാൻ പറ്റും. പറയണമെങ്കിൽ സെയിം വോൾട്ടേജ് സോഴ്സിന് അക്രോസ് ആയിട്ട് ഇവൻ സ്റ്റോർ ചെയ്യുന്ന ചാർജ് സെയിം ചാർജ് Q തന്നെ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം V is equal to Q divided by C effective. സെയിം വോൾട്ടേജ് സോഴ്സ് അല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, these two are equal, therefore Q divided by C effective is equal to Q divided by C1 plus Q divided by C2 plus Q divided by C3. അപ്പോഴാണ് Qയും സെയിം ആണ്, ഈ ചാർജ് തന്നെയാണിത്. അപ്പോൾ Q എല്ലാം കൂടെ ക്യാൻസൽ ആയി. Therefore effective capacity equation എന്തായിട്ട് മാറും? When capacitors are connected in series, then C effective is given by 1 by C effective is equal to 1 by C1 plus 1 by C2 plus 1 by C3 plus etc. സീരീസിൽ എഫക്റ്റീവ് കപ്പാസിറ്റി കുറയും. 1 by C effective എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഫക്റ്റീവ് കപ്പാസിറ്റി അത് പറയാം. നമുക്ക് മിക്കവാറും എക്സാമിനേഷൻ വരുമ്പോൾ നമുക്ക് മിക്കവാറും വരുന്നൊരു സാധനം ഇതെന്ന് വെച്ചാൽ 2 കപ്പാസിറ്റേഴ്സ് സീരീസിലായിരിക്കും. അതുകൊണ്ട് അതിന്റെ ആൻസർ അങ്ങ് പഠിച്ചു നോക്കി. If 2 capacitors are connected in series, then C effective is equal to C1 C2 divided by C1 plus C2. ഒരു കണ്ടീഷൻ. കാരണം അവിടെ നമുക്ക് പിന്നീട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് 1 by C effective is equal to 1 by C1 plus 1 by C2, അങ്ങനെ അത്രയും സമയം നമ്മൾ കളയേണ്ട കാര്യമില്ല. If 2 capacitors are connected in series, then C effective is equal to C1 C2 divided by C1 plus C2. And if there are n identical capacitors are connected in series, then C effective is equal to C divided by n. ഇതൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇപ്പൊ നമുക്കിപ്പോ ഇതിന്റെ 2 എക്സാമ്പിൾ പറയാം. ഇപ്പൊ 2 കപ്പാസിറ്റേഴ്സ് ഇങ്ങനെ എടുത്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്. 6 and 3 are connected in series. 6 and 3. സാധാരണ ഇതിന്റെ കൂടുതൽ മൈക്രോ വരും. 6 മൈക്രോ അല്ലെങ്കിൽ പൈക്കോ, ഇതൊക്കെയാണ് കപ്പാസിറ്റിയുടെ നോർമലി വാല്യൂസ്. മൈക്രോയും പൈക്കോയും ഒക്കെയാണ്. ഇവരുടെ എഫക്റ്റീവ് കപ്പാസിറ്റി എത്രയെന്ന് വെച്ചാൽ ഒറ്റയടി C effective is equal to 6 into 3 divided by 6 plus 3, that is equal to 2. ഈ 6 ഉം 3 കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ 2 ആണെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം. പാരലൽ അല്ല, സീരീസിൽ. അപ്പൊ പറയണം 6 ഉം 3 ആണെങ്കിൽ 2.
ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കപ്പാസിറ്റേഴ്സ് 6 ഉം 3 ഉമാണ്. എഫക്റ്റീവ് കപ്പാസിറ്റി എത്രയേ ഉള്ളൂ? 2. അതിന്റെ അർത്ഥം ഈ രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്യുമ്പോൾ അത് ചെറിയ കപ്പാസിറ്ററിനേക്കാളും കപ്പാസിറ്റി കുറവായിരിക്കും. എഫക്റ്റീവ് കപ്പാസിറ്റി ഈസ് ലെസ് ദാൻ സ്മാളർ കപ്പാസിറ്റർ. സ്മാളർ കപ്പാസിറ്ററിനേക്കാളും കുറവായിരിക്കും. ഇതൊക്കെ നമ്മൾ നോർമലി നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നു. ഇവിടെ ഞാൻ രണ്ട് കപ്പാസിറ്റേഴ്സിനെ എടുത്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് 2ഉം ഇത് ഇപ്പൊ പറഞ്ഞ 3ഉം ഇത് 6ഉം. എനിക്ക് കിട്ടിയ സി എഫക്റ്റീവ് 2 ആണ്. ഞാൻ 60 ആക്കി. വലിയ ഗുണമൊന്നുമില്ല. എഫക്റ്റീവ് കപ്പാസിറ്റി 2വിനേക്കാൾ കുറവായിരിക്കും. ഞാനിത് 600 ആക്കി. എഫക്റ്റീവ് കപ്പാസിറ്റി 3യേക്കാൾ കുറവായിരിക്കും. 2 അല്ല 3യേക്കാൾ. ഞാനിത് 6000 ആക്കി. എന്നാലും എഫക്റ്റീവ് കപ്പാസിറ്റി 3യേക്കാൾ കുറവായിരിക്കും. അതായത് ഉള്ളതിൽ ചെറിയ കപ്പാസിറ്റർ അതിനേക്കാൾ ഇതിന് 6000 6 lakhs എത്രയാക്കിയാലും എഫക്റ്റീവ് കപ്പാസിറ്റി ഈസ് ആൾവേസ് ലെസ് ദാൻ 3. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ വേണം. അത് മനസ്സിൽ വേണ്ട കാര്യമാണ്. എക്സാമിനേഷൻ അല്ല, ചെയ്യുമ്പോൾ പല ആൻസർ നമുക്ക് കിട്ടുമ്പോൾ നമുക്കറിയാം ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ when capacitors are connected in series, the effective capacity is always less than minimum capacity. മിനിമം കപ്പാസിറ്റിയേക്കാളും കുറവായിരിക്കും. അതൊന്ന്. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് 2-3 കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്യാണ്. ഇത് 15, ഇത് 15, ഇത് 15. എഫക്റ്റീവ് കപ്പാസിറ്റി എത്ര ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉടനെ ഇരുന്നുകൊണ്ട് 1/c എന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഹിയർ സി എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. സിമ്പിൾ. ഇത് 4 പേരുണ്ടായിരുന്നെങ്കിൽ എന്ത് പറ്റിയിരുന്നതിന്? 4 പേരുണ്ടായിരുന്നെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റി 15 ഡിവൈഡഡ് ബൈ 4, 3.75. ഇത് 5 പേരുണ്ടായിരുന്നെങ്കിൽ എന്ത് പറ്റിയിരുന്നതിന്? 15 ആയിരുന്നെങ്കിൽ 15 ഡിവൈഡ് ബൈ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പൊ 2 കപ്പാസിറ്റേഴ്സ്, നമുക്കിപ്പോ 2 കപ്പാസിറ്റേഴ്സ് വേണം. സി ആൻഡ് സി ആർ ഇൻ സീരീസ്. ഉടനെ എഴുതിക്കോണം C/2. അല്ലാതെ നമ്മൾ അവിടെ എഴുതിക്കൊണ്ട് 1/c ഇത് എഴുതിക്കൊണ്ടിരിക്കരുത്. കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ ഇഫ് n ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, n ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സിനെ സീരീസിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു C/n. ഇത്രയും പോയിന്റുകൾ ഇതിനകത്ത് പഠിച്ചു. അപ്പൊ ഇൻ സീരീസ് കോമ്പിനേഷൻ ചാർജ് അക്രോസ് കപ്പാസിറ്റേഴ്സ് റിമെയിൻസ് ദ സെയിം, ബട്ട് ദെയർ പൊട്ടൻഷ്യൽസ് ആർ ഡിഫറൻറ്റ്. അവരുടെ പൊട്ടൻഷ്യലുകൾ ഡിഫറൻ്റ് ആയിരിക്കും. നെറ്റ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു V1 + V2 + V3. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ട, ഇതും നോക്കണ്ട. പിന്നെ നോക്കേണ്ടത് therefore effective capacity 1/c effective is equal to 1/c1 plus 1/c2 plus 1/c3. If 2 capacitors are connected in series, then C effective is equal to C1 C2 divided by C1 plus C2. And if n identical capacitors are connected in series, then C effective is equal to C divided by n. ഇത് ഇത്രയും സീരീസ് കോമ്പിനേഷൻ അത് പഠിച്ചു വയ്ക്കണം. ഇനി പാരലൽ കോമ്പിനേഷൻ ആണെങ്കിലോ, പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 2-3 കപ്പാസിറ്റേഴ്സിനെ പഴയതുപോലെ 2-3 കപ്പാസിറ്റേഴ്സിനെ നമ്മൾ പാരലായിട്ട് കാണിക്കുന്നു. C1, C2 ആൻഡ് C3. ഇവരെല്ലാം നമ്മൾ പാരലായിട്ട് ഒരു വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്തു. C1, C2, C3. ഇതിന്റെ വോൾട്ടേജ് V ആണ്. ഇവിടെ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, V വോൾട്ടേജ് എപ്പോഴും ഓർക്കുക. നമ്മളെ റെസിസ്റ്റൻസ് പഠിക്കുമ്പോൾ നമ്മളിവിടെ പഠിക്കും. ഇവിടെ 0 വോൾട്ടും ഇവിടെ 10 വോൾട്ടും എന്നാണ്. ബാറ്ററിയുടെ വോൾട്ടേജ് 10 വോൾട്ട് മീൻസ് നെഗറ്റീവിന്റെ വോൾട്ടേജ് 0, പോസിറ്റീവിന്റെ വോൾട്ടേജ് 10. അപ്പോൾ അതിന്റെ അർത്ഥം ഈ 10 വോൾട്ട് തന്നെയായിരിക്കും ഇവിടെ എല്ലാം വരിക. ഈ 0 വോൾട്ട് തന്നെയായിരിക്കും ഇവിടെ എല്ലാം വരിക. അതിന്റെ അർത്ഥം എന്താണ്? ഇവന് കിട്ടുന്ന വോൾട്ടേജും V തന്നെയാണ്, ഇവന് കിട്ടുന്ന വോൾട്ടേജും V തന്നെയാണ്, ഇവന് കിട്ടുന്ന വോൾട്ടേജും V. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇൻ പാരലൽ കോമ്പിനേഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ കപ്പാസിറ്റേഴ്സ് റിമെയിൻസ് ദ സെയിം. പാരലൽ കോമ്പിനേഷൻ അത് എല്ലാവർക്കും കിട്ടുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ പാരലൽ കോമ്പിനേഷൻ PD റിമെയിൻസ് ദ സെയിം. പക്ഷേ ഇവിടെ നിന്ന് വരുന്ന ചാർജ് Q ആയിരിക്കും. ആ ചാർജ് Q ഇങ്ങോട്ടേക്ക് കുറച്ച് കൊടുക്കും Q1, ഇങ്ങോട്ടേക്ക് കുറച്ച് കൊടുക്കും Q2, ഇങ്ങോട്ടേക്ക് കുറച്ച് കൊടുക്കും Q3. Q1ഉം Q2ഉം Q3യും കൂടെ കിട്ടിയാൽ എന്ത് കിട്ടണം? നെറ്റ് ചാർജ്. അപ്പൊ അവിടെ സീരീസ് കോമ്പിനേഷൻ അത് എല്ലാവരുടെയും ചാർജ് സെയിം ആയിരുന്നു, വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരുന്നു. നെറ്റ് വോൾട്ടേജ് V1 + V2 + V3. ഇവിടെ ആണെങ്കിൽ എല്ലാവരുടെയും വോൾട്ടേജ് സെയിം ആണ്, നെറ്റ് ചാർജ് Q ഈസ് ഈക്വൽ. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് V റിമെയിൻസ് ദ സെയിം. And the total charge Q is equal to Q1 plus Q2 plus Q3. What is Q1?
Q1 is equal to C1V, Q2 is equal to C2V and Q3 is equal to C3V. ഇത് നമ്മൾ ഇച്ചിരി വിശദമായിട്ട് ഞാൻ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രോബ്ലം ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സീരീസ് പാരലൽ കോമ്പിനേഷൻ നമ്മൾ പ്രശ്നമാക്കുന്ന, നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന അവിടെയാണ്. അതുകൊണ്ടാണ് ഇത് പറയാം. എന്നിട്ട് ഇവരെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ മൂന്നിനെയും കൂടി മാറ്റി നമ്മളൊരു സിംഗിൾ കപ്പാസിറ്റർ എടുത്ത് വെക്കുന്നു, സി എഫക്റ്റീവ്. അവിടെയും കണ്ടീഷൻ തന്നെയാണ്, സെയിം വോൾട്ടേജ് സോഴ്സിനെ ക്രോസ് ആയിട്ട് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ സെയിം ചാർജ് Q കിട്ടണം. അപ്പോൾ നമ്മൾ പറയും Q ഈസ് ഈക്വൽ ടു സി എഫക്റ്റീവ് ഇൻറ്റു വി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ട് സെയിം ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് സി എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു സി എഫക്റ്റീവ് ഇൻറ്റു വി ഈസ് ഈക്വൽ ടു C1V പ്ലസ് C2V പ്ലസ് C3V. വികളെല്ലാം കൂടെ ക്യാൻസൽ ആയിപ്പോയി. Therefore സി എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. വീണ്ടും ഉണ്ടെങ്കിൽ പ്ലസ് എക്സെട്ര. അപ്പൊ പാരലൽ കോമ്പിനേഷനകത്ത് സി എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് എക്സെട്ര. If n identical capacitors are connected in parallel, then C effective is equal to NC. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വീണ്ടും പറഞ്ഞു, രണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, 10 10 and 10. വാട്ട് ഈസ് എഫക്റ്റീവ് കപ്പാസിറ്റി 30 എന്ന് എഴുതിക്കണം. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റാൻ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സീരീസും പാരലും കൂടെ നമ്മൾ റെസിസ്റ്റൻസിനകത്ത് നേരെ തിരിച്ചാണ്. റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ R1 പ്ലസ് R2 പ്ലസ് R3, പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 1/R എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു എന്നാണ് എഴുതുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് ഈ റെസിസ്റ്റൻസിലേക്ക് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത് റെസിസ്റ്റൻസിന്റെ കേസാണ്. സീരീസിൽ R1 പ്ലസ് R2 പ്ലസ് R3, പാരലായിട്ട് വരുമ്പോൾ 1/R എഫക്റ്റീവ്. നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് അബദ്ധം പറ്റാൻ അത് പറ്റാതിരിക്കുക. ഇവിടെ കൊണ്ടുവന്ന് 1/C എഫക്റ്റീവ് ഈസ് ഈക്വൽ 1/C1 എന്ന് എഴുതരുത്. ഹിയർ സി എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് എക്സെട്ര. അങ്ങനെ തന്നെ എഴുതണം. ഇത് അബദ്ധം പറ്റാൻ അബദ്ധമാണ്, അല്ലാതെ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളത് അബദ്ധം പറ്റാൻ നമുക്ക് ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുക. ഇത് നമ്മൾ ഓർക്കാനുള്ള ചാൻസ് പെട്ടെന്ന് കുറവാണ്. അപ്പൊ എന്തായാലും ഇൻ സീരീസ് കോമ്പിനേഷൻ നമ്മൾ എന്തെല്ലാം പറയണം, വി റിമെയിൻസ് ദ സെയിം but the charges are different. Net charge is equal to Q1 plus Q2 plus Q3 plus etc. And C effective is equal to C1 plus C2 plus C3 plus etc. And C effective is equal to NC if there are n number of capacitors are connected in parallel. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ C effective is equal to NC ആണ്. അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ NCയും സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ C/N ഉം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, n identical capacitors are first connected in series, then connected in parallel, then what is the ratio between C series divided by C parallel എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/n². n² അല്ല, C parallel divided by C series ആണെങ്കിൽ n² തിരിഞ്ഞു പോരും. കാരണം C series is equal to C/n and C parallel is equal to NC. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ that is equal to 1/n² എന്നാണ് കിട്ടുക. അതല്ല C parallel divided by C series ആണെന്നുണ്ടെങ്കിൽ n² എന്ന് കിട്ടും. കാരണം പാരലൽ ആണ് കൂടുതൽ. ഇനി നമ്മൾ എപ്പോഴും ഓർക്കേണ്ടുന്ന കാര്യം, കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്ന സീരീസ് ആണോ പാരലാണോ? ഇതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഏറ്റവും ചാൻസ് ഉള്ളൊരു സാധനമാണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നമുക്ക് ചാൻസ് ഉള്ളതാണ്. കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഓർ ഇൻ പാരലൽ, ആ സീരീസ് ആണോ പാരലാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിങ്ങനെ കുറെ കപ്പാസിറ്റേഴ്സിനെ വരയ്ക്കുകയാണ്. ഈ കപ്പാസിറ്റേഴ്സിനെ ഞാൻ സീരീസിലാണോ പാരലായിട്ടാണോ വരയ്ക്കുന്നത് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ചാടിക്കറി ഇപ്പോൾ മനസ്സിൽ സാർ പാരലായിട്ടാണ് വരയ്ക്കുന്നത് എന്ന് വിചാരിക്കാം. എന്നാൽ ഞാൻ എന്താ ഇങ്ങനെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് സീരീസ് കോമ്പിനേഷൻ ആണ്. കാരണം ഇത് എയും ബിയും രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ആലോചിക്കാം, എയും ബിയും രണ്ട് പോയിന്റ് നമ്മൾ എടുത്താൽ അതിന്റെ അർത്ഥം ഇവയ്ക്കിടയിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്താൽ എന്നാണ് അതിന്റെ അർത്ഥം. കണക്ട് ചെയ്യണമെന്നില്ല, ബാറ്ററി കണക്ട് ചെയ്താൽ. അങ്ങനെ ബാറ്ററി കണക്ട് ചെയ്താൽ ഇതിലേ ചാർജ് വരും. ഈ ചാർജ് ഇതിലേ വന്ന് കടന്നു. അതിന്റെ അർത്ഥം എന്താണ്? ചാർജിന് ഡിവിഷൻ നടക്കുന്നില്ല. ചാർജിന് ഡിവിഷൻ നടക്കാത്തിടത്തോളം കാലം അവരെല്ലാവരും എന്തായിരിക്കണം? സീരീസ്. അപ്പൊ ഈ ദീസ് കപ്പാസിറ്റേഴ്സ് ആർ ഇൻ സീരീസ്. എന്നാൽ സീരീസിലാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവർ പാരലലായി. കാരണം ഇവിടെ നിന്ന് വരുന്ന ചാർജ് ഇവിടെ വന്ന് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോകും, എന്നിട്ട് ഇതിലെ ഇറങ്ങിപ്പോകും. ഡിവിഷൻ നടക്കുന്നു. അപ്പൊ ചാർജസിന് ഡിവിഷൻ നടക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഇൻ പാരലൽ കോമ്പിനേഷൻ. ഡിവിഷൻ നടക്കുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് സീരീസ് കോമ്പിനേഷൻ. അപ്പൊ എപ്പോഴും നമ്മൾ അങ്ങനെ വേണം, നമ്മൾ സീരീസ് ആണോ പാരലാണോ എന്ന് നമ്മൾ ചിലയിടത്ത് നമുക്ക് അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ
നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കതിൻ്റെ വിശദമായിട്ട് നമുക്ക് അവിടെ പറയാം. അതാണ് നമ്മുടെ സീരീസും പാരലും കോമ്പിനേഷൻ. അപ്പോൾ ഇൻ സീരീസ് കോമ്പിനേഷൻ C effective is equal to 1 by C effective is 1 by C1 plus 1 by C2 plus 1 by C3 plus etc. Two capacitors are connected in series and C effective is equal to C1 C2 divided by C1 plus C2 and n identical capacitors are connected in series and C effective is equal to C by n. In parallel combination C effective is equal to C1 plus C2 plus C3 plus etc. And if n capacitors are connected in series then C effective parallel then C effective is equal to NC. In series combination charge എല്ലാവർക്കും ഒരാളുടെ ചാർജ് കിട്ടിയാൽ പിന്നെ ബാക്കി ആരുടെയും ചാർജ് കണ്ടുപിടിക്കണം. അവർക്ക് എല്ലാവർക്കും ഒരേ ചാർജ് ആയിരിക്കും. അതുപോലെ പാരലൽ കോമ്പിനേഷൻ ആണ്, ഒരാളുടെ വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാരലായിട്ടിരിക്കുന്ന എല്ലാവരുടെയും വോൾട്ടേജ് സെയിം ആയിരിക്കും. പാരലൽ കോമ്പിനേഷനകത്തേക്ക് എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് എടുത്ത് വേണം ബാക്കി ആൻസറുകൾ ചെയ്യാൻ. അതൊക്കെ നമ്മൾ അവിടെ വരുമ്പോൾ പറയാം. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ചാർജ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉപയോഗിച്ച് വേണം എപ്പോഴും ചെയ്യാൻ. അതൊക്കെ നമുക്ക് ജനറൽ ഇക്വേഷൻസും പ്രോബ്ലമൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം. ഇനി അടുത്തത് എനർജി സ്റ്റോർഡ് ആൻഡ് എനർജി ഡെൻസിറ്റി. അത് രണ്ടും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ചാപ്റ്ററിന് ഒരു വീസ്റ്റൺ സ്പ്ലിറ്റ് കൂടെ പറയും. അപ്പോൾ വാട്ട് ഈസ് എനർജി സ്റ്റോർഡ്? എപ്പോഴും എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്ക്, പൊട്ടൻഷ്യൽ എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് എനർജി സ്റ്റോർഡ്. ഒരു കണ്ടക്ടറിനെ എടുത്തു, ഇയാളുടെ കയ്യിൽ ഒരു 100 ചാർജിനെ നമുക്ക് കൊടുക്കണം. ഞാൻ ഒരു ചാർജിനെ കൊടുക്കുമ്പോൾ അവൻ ഒന്നും മിണ്ടാതെ മേടിക്കും. പക്ഷേ സെക്കൻഡ് ചാർജിനെ കൊണ്ടുവരുമ്പോൾ ഇവൻ വേണ്ടാന്ന് പറയും. അപ്പൊ ഇവന്റെ ഒപ്പോസിഷൻ എഗൻസ്റ്റ് ആയിട്ട് ഈ ചാർജിനെ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ ഇച്ചിരി വർക്ക് ചെയ്തു. അടുത്ത തേർഡ് ചാർജിനെ കൊണ്ടുവരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒപ്പോസ് ചെയ്യും. അപ്പൊ നേരത്തിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യണം. 3 ചാർജിനെ കൊണ്ടുവരുമ്പോൾ ഇവർ അടുത്ത ചാർജിനെ കൊണ്ടുവരും 3 പേരും. അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ഇങ്ങനെ കൂടി 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 വരും. ഏറ്റവും അവസാനം ലാസ്റ്റ് ചാർജിന് നമ്മൾ കൊടുക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക. കാരണം ഫസ്റ്റ് ചാർജിന് ഒരു വർക്കും ചെയ്യേണ്ട, ചുമ്മാ കൊണ്ട് വെച്ച് കൊടുത്തു മേടിച്ചു. രണ്ടാമത്തെ കൊണ്ടുവരുമ്പോൾ ഇവർ ഒപ്പോസ് ചെയ്യുന്നു. മൂന്നാമത്തെ ഒപ്പോസിഷൻ കൂടി കൂടി വരും. അതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ ഇതാണ്. എനർജി സ്റ്റോർഡ് U is equal to half CV². പക്ഷേ നമുക്കറിയാം Q is equal to CV ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് നമുക്ക് വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഹാഫ് C ഇൻറ്റു വിക്ക് പകരം Q² ഡിവൈഡ് ബൈ C². ഒരു സിയും സിയും കൂടെ ഹാഫ് Q² ബൈ C, ഹാഫ് Q² ഡിവൈഡഡ് ബൈ C. അതല്ല, ഇവിടെ സിക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു സിക്ക് പകരം Q ഡിവൈഡഡ് ബൈ V ഇൻറ്റു V². ഒരു വിയും കൂടെ പോയി ഹാഫ് QV. ഇത് മൂന്നും എനർജി സ്റ്റോർഡിനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ എനർജി സ്റ്റോർഡ് ഈസ് ഈക്വൽ ടു ഹാഫ് CV², or it is equal to half Q² by C, or it is also equal to half QV. കപ്പാസിറ്റിയും വോൾട്ടേജും തന്നാൽ ഇത് ഉപയോഗിക്കുക, ചാർജിങ് കപ്പാസിറ്റി തന്നാൽ ഇത് ഉപയോഗിക്കുക, ചാർജും വോൾട്ടേജും തന്നാൽ ഇത് ഉപയോഗിക്കുക. ദിസ് ഈസ് എ ഇക്വേഷൻ ഫോർ എനർജി സ്റ്റോർഡ്. ആ എനർജി എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുക? ദ ഇലക്ട്രിക്കൽ എനർജി ഈസ് ആൾവേസ് സ്റ്റോർഡ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക്കൽ എനർജി എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിലാണ്. മാഗ്നറ്റിക് എനർജി ഈസ് ആൾവേസ് സ്റ്റോർഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഗ്രാവിറ്റേഷൻ എനർജി ഈസ് ആൾവേസ് സ്റ്റോർഡ് ഇൻ ദ ഗ്രാവിറ്റേഷൻ ഫീൽഡ്. നമ്മൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുക്കുമ്പോൾ, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്താൽ ഇവന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് ഇതിന്റെ ഇടയിൽ മാത്രമാണ്. അപ്പോൾ ഇവൻ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഈ രണ്ട് പ്ലേറ്റുകൾക്കും ഇടയിലാണ്. അതൊരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇൻ ദ കേസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ദ എനർജി സ്റ്റോർഡ്, താഴെ ആൻസർ ഓൺ ദ പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്, ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്, ഔട്ട്സൈഡ് ദ പ്ലേറ്റ്, അങ്ങനെ കൊടുത്തിരിക്കും. അവിടെ ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. അപ്പോൾ ഇവന്റെ ഏരിയ എയും ഡിസ്റ്റൻസ് ഡിയും ആണെങ്കിൽ ഇവന്റെ വോളിയം എത്രയാണ്? AD. അപ്പോൾ ഇത്രയും എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വോളിയത്തിലാണ്. എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയത്തിന് നമ്മൾ പറയുന്ന പേരാണ് എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി. വാട്ട് ഈസ് എനർജി ഡെൻസിറ്റി? U bar is equal to energy per unit volume. That is, it is equal to half CV² into volume is equal to, by volume is equal to A into D. നമ്മൾ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് എപ്സിലോൺ 0 A ബൈ A ഇൻറ്റു D² ഇൻറ്റു V². V² ബൈ D² എന്ന് പറയുന്നത് എന്താണ്? സോറി, V ബൈ D, V² ബൈ D. ഞാൻ മുകളിൽ ഒരു ഡിയും താഴെ ഒരു ഡിയും ഇട്ടു. V ബൈ D ദ ഹോൾ സ്ക്വയറിന് പകരം E² എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? എനർജി സ്റ്റോർഡ് U ഈസ് ഈക്വൽ ടു ഹാഫ് എയും എയും കൂടെ, സോറി,
half epsilon 0 A into E square into AD. ഇവിടെ തെറ്റി നോക്കുക, ഒന്നുകൂടെ പറയാം. That is energy density is equal energy stored per unit volume. Energy stored is equal half CV square divided by volume. Volume എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ഡെൻസിറ്റി ആണ്. That is it is equal to half കപ്പാസിറ്റിയുടെ വാല്യൂ എത്രയാണ്? എപ്സിലോൺ 0 A by D ഇൻറ്റു വി സ്ക്വയർ എ ഡിവൈഡഡ് ബൈ എ ഡി. ഒരു എയും എയും കൂടെ ക്യാൻസലായി. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു മുകളിൽ ഒരു ഡി ഇട്ടു, താഴെയും ഒരു ഡി ഇട്ടു. വി സ്ക്വയർ ബൈ ഡി സ്ക്വയറിന് പകരം നമുക്ക് എന്തെഴുതാം? വേണ്ട, അത് ഇടേണ്ട കാര്യമില്ല. താഴെ മുകളിൽ ഇടേണ്ട 2 ഡി കിടപ്പുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ. വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ. ദെയർഫോർ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. പഠിച്ചു വയ്ക്കുക. എനർജി ഡെൻസിറ്റി ഈസ് ദ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. That energy stored per unit volume U bar is equal to half epsilon 0 E square. If there is a dielectric medium is present in between them, then it is equal to half epsilon 0 K E square. Dielectric medium ഉണ്ടെങ്കിൽ energy density is equal to U bar. U bar is equal to U by volume. That is it is equal to half epsilon 0 E square. If there is a dielectric medium, then energy density is equal to half epsilon 0 K E square. പഠിച്ചു വയ്ക്കണം. ഇത് ഇനി നമുക്കിതിനകത്ത് വീസ്റ്റൺസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. വീസ്റ്റൺസ് നെറ്റ്വർക്ക് അതുകൂടെ നമുക്ക് എടുക്കാം. ശരിക്കും ഈ വീസ്റ്റൺസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇതിനകത്ത് വിശദമായിട്ട് പഠിക്കുന്നതാണ്. ഏതാണ്? കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. ഇവിടെ ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ മാത്രം ഞാനൊന്ന് കൊടുത്തു വരും. ബേസിക് ഐഡിയ മാത്രം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 4 കപ്പാസിറ്റേഴ്സിനെ എടുത്തിട്ട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. ഇതിനെ നമുക്ക് C1, C2, C3 ആൻഡ് C4 എന്നെടുക്കാം. ഇതിനെ നമുക്ക് A എന്നെടുക്കാം, ഇതിനെ നമുക്ക് B എന്നെടുക്കാം, ഇതിനെ C എന്നെടുക്കാം, ഇതിനെ D എന്നെടുക്കാം. In between A and B, a battery is connected. And in between C and D, a capacitor C5 is connected. ഇതാണ് വീസ്റ്റൺസ് നെറ്റ്വർക്ക്. വീസ്റ്റൺസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇവിടെ തൽക്കാലം നമുക്ക് അതിന്റെ പ്രൂഫും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇഫ് C1 ഡിവൈഡഡ് ബൈ C2 is equal to C3 ഡിവൈഡഡ് ബൈ C4. നിർബന്ധമൊന്നുമില്ല. C1 by C3 is equal to C2 by C3 എന്ന് C4 എന്ന് പറഞ്ഞാലും മതി. ഇവനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാ, ഇവന് അപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന കിട്ടും. C1 ഡിവൈഡ് ബൈ C3 is equal to C2 ഡിവൈഡ് ബൈ C4. ഇതേ ഡിവൈഡ് ബൈ ഇതേ is equal ഇത് എങ്ങനെയെങ്കിലും വന്നാൽ മതി. എന്നാലും ജനറലി നമ്മൾ പറയുന്നത് ഇതേ ബൈ ഇതേ is equal to ഇതേ ബൈ ഇത് വന്നു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിന് ഒരിക്കലും ചാർജ് കിട്ടില്ല. ചാർജ് അക്രോസ് C5 is equal to 0. കപ്പാസിറ്ററിന്റെ ഒരു ഇമ്പോർട്ടന്റ് ജോലി എന്താണ്? ചാർജിനെ സ്റ്റോർ ചെയ്യുക. ഇവൻ പറയാണ് എനിക്ക് ചാർജ് ചെയ്ത് കിട്ടുന്നില്ല, ഞാൻ എന്തിനു വേണ്ടി ഇവിടെ നിൽക്കണം? നമുക്ക് വേണമെങ്കിൽ അവനെ അങ്ങ് അഴിച്ചു കളയാം. അപ്പൊ ആ C1 by C2 ഈസികൾ C3 by C4 വരികയാണെങ്കിൽ സെൻട്രൽ ഇരിക്കുന്ന ആ കപ്പാസിറ്ററിന് ചാർജ് കിട്ടില്ല. ചാർജ് കിട്ടാത്ത ഒരു കപ്പാസിറ്റർ നമ്മൾ പറയില്ല, സാധാരണ പറയും ട്രാഫിക് പോലീസിനെ ഇടുന്നത് എവിടെയാണ്? ട്രാഫിക് ഉള്ള സ്ഥലത്താണ്. ആരെങ്കിലും കാട്ടിക്കൊണ്ടുപോയി ട്രാഫിക് പോലീസിന് ഇടുമോ? കാരണം കാട്ടിൽ ട്രാഫിക് നിയന്ത്രിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ചാർജ് കിട്ടാത്ത ഒരു കപ്പാസിറ്ററിന് എന്തിനാ ഇടണം? അവന്റെ ജോലി ചാർജിനെ സ്റ്റോർ ചെയ്യുക. അവന് ചാർജ് കിട്ടില്ല. ചാർജ് കിട്ടിയില്ലേ പിന്നെ നമ്മൾ എന്തിനാ അവനെ ഇടുന്നത്? ചിലപ്പോൾ അതുകൊണ്ട് ഇവന് ചാർജ് കിട്ടിയില്ല എങ്കിൽ ഇവനെ അഴിച്ചൻ കളയാം. ഇറ്റ് ഈസ് പോസിബിൾ ടു റിമൂവ് ദിസ് കപ്പാസിറ്റർ. വേണമെങ്കിൽ റിമൂവ് ചെയ്യാം എന്നേ ഉള്ളൂ. ഈ സമയത്ത് ഇവന് ചാർജ് കിട്ടാത്തതിന്റെ കാരണം എന്താണ്? ഇതിന് പറയുന്ന പേരാണ് ബാലൻസ്ഡ് വീസ്റ്റൺസ് ബ്രിഡ്ജ്. ബാലൻസ്ഡ് വീസ്റ്റൺസ് ബ്രിഡ്ജ്.
എന്താ ചാർജ് കിട്ടാത്തതിന് കാരണം? ചാർജ് കിട്ടണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ഈ സമയത്ത് സിയിലെയും ഡിയിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. സിയിലെയും ഡിയിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഈ 4 കാര്യങ്ങൾ എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു കണ്ടീഷൻ പറഞ്ഞാൽ ബാക്കി 3 നമുക്ക് അതിന്റെ കൂട്ടത്തിൽ അപ്ലൈ ചെയ്യാം. ഒരാൾ പറയാണ് C1/C2 = C3/C4. ഉടനെ ഞാൻ പറയാം അങ്ങനെ ഞാൻ ഇവനെ അഴിച്ചു കളയും. ആ സമയത്ത് സിയിലെയും ഡിയിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഇവന് ചാർജ് കിട്ടില്ല. ചിലപ്പോൾ എക്സാമിനേഷൻ എന്ന് പറയും സെൻട്രൽ കപ്പാസിറ്ററിന് ചാർജ് ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമേ പറയൂ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. സിയിലെയും ഡിയിലെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. C1/C2 = C3/C4 ആണ്. ചിലപ്പോൾ എന്ത് പറയും, ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ്. സിയിലെയും ഡിയിലെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പൊ വിചാരിച്ചോണം ഇവന് ചാർജ് ഇല്ല. ആ സമയത്ത് C1/C2 = C3/C4 ആണ്. ഇവനെ അഴിച്ചു കളയാം. അപ്പൊ എന്തിനാ സാറേ അഴിച്ചു കളയുന്നത്? അഴിച്ചു കളഞ്ഞാൽ ഒരു ഗുണമുണ്ട്. ഈ 2 കപ്പാസിറ്റേഴ്സും സീരീസ് ആണെന്നും ഇത് രണ്ടും സീരീസ് ആണെന്നും ഇവ രണ്ടുപേരും പാരലാണെന്നും നമുക്ക് എടുക്കാം. ഇവൻ ഇവിടെ ഇരുന്നാൽ ആര് സീരീസ് ആര് പാരൽ എന്ന് പറയാൻ ഇച്ചിരി പാടാണ്. അപ്പൊ ഇത് C1/C2 = C3/C4 ആണെങ്കിൽ അഴിച്ചു കളയാം. അപ്പൊ ചോദിക്കും സാറേ C1/C2 = C3/C4 അല്ലെങ്കിലും അഴിച്ചു കളയാൻ പറ്റില്ല. അഴിച്ചു കളയാൻ പറ്റിയില്ലെങ്കിലോ പിന്നെ ഇതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ കുറെ പണിയുണ്ട്. നിങ്ങൾക്ക് ബാലൻസ്ഡ് മാത്രമേ ചോദിക്കൂ. അതുകൊണ്ട് ഇത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഇതിനകത്ത് ഇത്രയും കണ്ടീഷൻസ് ഓർത്തോണം. ഇഫ് C1/C2 = C3/C4 എന്നോ അല്ലെങ്കിൽ C1/C3 = C2/C4 എന്നോ പറഞ്ഞാൽ the effect capacity of the fifth capacitor is equal to 0. Charge across of fifth capacitor is 0. അതുകൊണ്ട് ഈ കപ്പാസിറ്ററിനെ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. ആ സമയത്ത് സിയിലെയും ഡിയിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതാണ് ബാലൻസ്ഡ് വീസ്റ്റൺസ് ബ്രിഡ്ജ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമ്മൾ അങ്ങനെ ഇന്നത്തെ നമ്മളുടെ തിയറി പാർട്ടുകൾ, കപ്പാസിറ്റേഴ്സിന്റെ തിയറി പാർട്ടുകൾ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ജനറൽ ഇക്വേഷൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ആ ജനറൽ ഇക്വേഷൻ നിങ്ങൾ വരുന്നതിന് മുമ്പ് തിയറി പാർട്ടുകൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ആ തിയറി പാർട്ട് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനറൽ ഇക്വേഷൻസ് നമുക്ക് എളുപ്പമായിരിക്കും. അതിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനേക്കാൾ എളുപ്പം. ജനറൽ ഇക്വേഷൻ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനേക്കാൾ എളുപ്പമായിട്ട് മാറും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. We'll be right back.